ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്ലൂ ബോക്സ് അനിമിയുടെ 4ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ ചിനാറ്റ്സു ടൈക്കിന്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞു. അങ്ങനെ ടൈക്കി രാവിലെ പ്രാക്ടീസിന് പോകാൻ വേണ്ടി റെഡിയായി കിച്ചണിലോട്ട് വരുമ്പോ അവിടെ ചിനാറ്റ്സു അമ്മയുണ്ടാവും. അപ്പൊ ടൈക്കി ചിനാറ്റ്സുനെ നോക്കുമ്പോഴത്തേനും അവളുടെ തിളക്കം കാരണം അവന് കണ്ണു മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവന്റെ സ്പോർട്സ് വെയർ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് ടൈക്കി ആരോടെങ്കിലും മനസ്സിൽ പ്രണയം തോന്നുന്നത് എന്ത് സുഖമായിട്ടുള്ള കാര്യമല്ലേ. അങ്ങനെ ടൈക്കി ക്ലാസ് റൂമിൽ ഇരിക്കുവാണ്. അവന്റെ ഫ്രണ്ടും കൂടെ ഉണ്ടാവും. നാളെ നിന്റെ മാച്ച് അല്ലേ, പക്ഷെ നിന്റെ ഫേസ് വളരെ ഹാപ്പി ആയിട്ടാണല്ലോ ഇരിക്കുന്നേ. അപ്പൊ ടൈക്കി ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നേ. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ടൈക്കിന്റെ ഫോണിലേക്ക് മെസ്സേജ് വരുവാണ്. അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈക്കി രാവിലെ ധൃതിയിൽ എടുത്തിട്ട് വരുന്നത് ചിനാറ്റ്സുവിന്റെ യൂണിഫോം ആയിരിക്കും. അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ടൈക്കി ഓടുവാണ്. അങ്ങനെ മെസ്സേജിൽ ആരും കാണാണ്ട് വേണം കൊടുക്കാൻ, അപ്പൊ ഏത് സ്ഥലത്താ വരേണ്ടതെന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുവാണ്. അങ്ങനെ ആദ്യം AV റൂമിലേക്ക് വരാൻ വേണ്ടി പറയുവാണ് ചിനാറ്റ്സു. അങ്ങനെ ടൈക്കി ഇത് വേഗം എങ്ങനെയും കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞ് ധൃതിയിൽ അങ്ങ് പോകുമ്പോഴത്തേനും ടൈക്കിന്ന് പിന്നിൽ ഒരു വിളി വരുവാണ്. അപ്പൊ നോക്കുമ്പോ അത് ഹാരിയോ ആയിരിക്കും. എന്നിട്ട് ഹാരിയോനെ കാണുമ്പോ ഞെട്ടുമ്പോ എന്നെ ഒഴിവാക്കിയിട്ട് നീ എങ്ങോട്ട് പോവുക? അപ്പൊ ടൈക്കി അങ്ങനെയൊന്നുമില്ല സത്യമായിട്ടും. അപ്പൊ ഹാരിയു എന്തായാലും നല്ല സമയത്താ നീ വന്നത്, നമുക്ക് കുറച്ചു നേരം പോയി പ്രാക്ടീസ് ചെയ്താലോ? അയ്യോ എന്നോട് ക്ഷമിക്കണം, ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം എന്ന് പറഞ്ഞ അവിടെ നിന്ന് ഓടുവാണ്. അങ്ങനെ ടൈക്കി AV റൂമിലെത്തി ഡോറ് തുറക്കുമ്പോഴത്തേനും അവിടെ ഹിനയും കുറച്ച് ഫ്രണ്ട്സും ഉണ്ടാവും. ഹീനേനെ കണ്ടപാടെ ടൈക്കി നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഇവിടെ ജിംനാസ്റ്റിക് ടീമിന്റെ മീറ്റിംഗ് ആണ്, നിനക്ക് എന്താ ഇവിടെ വേണ്ടേന്ന് ഹീന ചോദിക്കുവാണ്. പെട്ടെന്ന് അവന്റെ കയ്യിലുള്ള യൂണിഫോം താഴെ വീഴുവാണ്. അപ്പൊ അത് ഹീന എടുക്കാൻ പോകുമ്പോഴത്തേനും ടൈക്കി അത് തൊടല്ലേ, ഞാൻ പറയുന്നേ എനിക്ക്, നീ അതിൽ തൊടാനേ പാടില്ല. അപ്പൊ ഹീന വെറുതെ ഇരിക്കാണ്ട് ഞാൻ തൊട്ടാ ഇപ്പൊ എന്താന്ന് പറഞ്ഞിട്ട് അത് തൊടാൻ വേണ്ടി പോകുമ്പോഴത്തേനും ടൈക്കി അവളോട് പറയാണ്, നീ എന്തായാലും ഇത് അറിഞ്ഞിരിക്കണം, ഇതെന്റെ അഴുക്ക് പിടിച്ച ട്രാക്ക് സ്യൂട്ടാണ്, അതും എന്റെ ജൂനിയർ ഹൈയിലുള്ളത്. അത് കേൾക്കുമ്പോഴത്തേനും ഹിനയ്ക്ക് ഫ്യൂസ് പോവും. അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുവാണ്. എന്നിട്ട് ഹിന നീ തന്നെ അതെടുത്തോ? അല്ല എനിക്കൊരു സംശയം കൂടെ ഉണ്ട്, ഇത് തന്നെയല്ലേ നീ നിന്റെ ജിം ക്ലാസ്സിന് ഇടുന്നേ? അപ്പൊ ടൈക്കി ശരിയാണ്, പക്ഷെ ഞാനിത് ഇത്രയും കാലമായിട്ട് ഒരു പ്രാവശ്യം മാത്രമേ കഴുകിയിട്ടുള്ളൂ. പെട്ടെന്ന് പിന്നെയും ഹീന അവിടെ നിന്ന് മാറിപ്പോവാണ്. അങ്ങനെ ടൈക്കി അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് മനസ്സിലിങ്ങനെ ആലോചിച്ചിട്ട് എന്റെ ദൈവമേ എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് അറിയാവുന്ന ആൾക്കാരാണല്ലോ, ഇനി എങ്ങാനും അവൾ എന്റെ ട്രാക്ക് സ്യൂട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പെട്ടെന്ന് ചിനാറ്റ്സ് മെസ്സേജ് അയക്കുവാണ് വെബ് സൈഡുള്ള റൂഫിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൻ അങ്ങോട്ട് പോവാണ്. അപ്പൊ ചിനാറ്റ്സ് എഴുന്നേറ്റ് നീ വന്നോ, നന്നായി, നിനക്കെങ്ങനെ ഇവിടെയുള്ള കീ കിട്ടിയെന്ന് ചോദിക്കുവാണ് ടൈക്കി. അത് എന്റെ ഒരു ഫ്രണ്ട് അസ്ട്രോണമി ക്ലബിലുണ്ട്. അങ്ങനെ ടൈക്കി ആ സ്യൂട്ട് കൊടുക്കുവാണ്. അപ്പൊ ചിനാറ്റ്സു നീ എന്നെ ഒരുപാട് സഹായിച്ചു, താങ്ക് യു സോ മച്ച് എന്ന് പറയുവാണ്. അങ്ങനെ പെട്ടെന്ന് സ്കൂൾ ബെല്ലടിക്കും. ചിനാറ്റ്സു നമുക്ക് സമയമില്ല, ഇവിടുന്ന് വേഗം പോണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് മിസ് ചെയ്യും. അങ്ങനെ ചിനാറ്റ്സു അവിടെ നിന്നിട്ട് ഡ്രസ്സ് മാറിക്കൊണ്ട് നിൽക്കുവാണ്. അത് കാണുമ്പോഴത്തേക്ക് കിളി പോവുകയാണ് നമ്മുടെ ടൈക്കിക്ക്. നീ എന്തേ ചെയ്യുന്നേ? ഞാൻ കരുതി ഇവിടെ നിന്ന് തന്നെ ഡ്രസ്സ് മാറ്റുന്നതാണ് നല്ലത്. സ്പോർട്സ് ക്ലബിലുള്ള പെൺകുട്ടികളൊക്കെ എവിടെയാണോ മാറ്റാൻ ഒരു ചാൻസ് കിട്ടുന്നേ അവിടെ പോയി മാറ്റാറാണ് പതിവ്. എന്നിട്ട് ടൈക്കി എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, വെളിയിൽ പോയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് ടൈക്കി അവൾ എന്ത് കെയർലെസ് ആയിട്ടാണ് ഇരിക്കുന്നേ. അങ്ങനെ ചിനാറ്റ്സ് അവിടെ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇവൻ അവിടെ ഇരുന്ന് ഇമാജിൻ ചെയ്യുവാണ്, എന്റെ ദൈവമേ എന്റെ മനസ്സിൽ കൂടെ എന്തിനാ ഇങ്ങനെയൊക്കെ ഓടുന്നേ. അങ്ങനെ ചിനാറ്റ്സ് ഡ്രസ്സ് മാറ്റിയിട്ട് വെളിയിൽ വരും. ഇവിടെ വെയിറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി, നീ ഓക്കെ അല്ലേന്ന് ചിനാറ്റ്സ് ടൈക്കിന്റെ അടുത്ത് ചോദിക്കുവാണ്. കാരണം ടൈക്കി അവിടെ കിളി പോയി ഇരിക്കുമായിരിക്കും. വാ നമുക്ക് പോവാന്ന് ചിനാറ്റ്സ് പറയുവാണ്. ഇല്ല നീ പൊക്കോ, ഞാൻ വന്നോളാം. അങ്ങനെ അവിടുന്ന് ചിനാറ്റ്സ് പോവുകയാണ്. അപ്പൊ ടൈക്കി ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്, അവക്ക് എന്റെ മുമ്പിൽ വെച്ച് ഡ്രസ്സ് മാറ്റുന്നത് ഓക്കെ ആണോ? അവള് ശരിക്കും ഒരു ആൺകുട്ടിയായിട്ട് കരുതിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നേ. ഞാൻ എന്തായാലും അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കണം, ഒരു ആൺകുട്ടീനെ പോലെ അവൾക്ക് തോന്നാൻ. അങ്ങനെ രാത്രിയാവും. അവരുടെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഹാരിയും ടൈക്കി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാളെ ഡബിൾസ് അല്ലേ കളിക്കാൻ പോകുന്നേ, എന്റെ ഒപ്പം കളിക്കുന്നതുകൊണ്ട് എന്തായാലും നമ്മൾ തോക്കാൻ പോകുന്നില്ല എന്ന് ഹാരിയു പറയുവാണ്. ടൈക്കി അവൻ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അടുത്ത ആഴ്ച സിംഗിൾസ് ആണ്, അതിൽ നീ എന്തായാലും ടോപ്പ് 16 കയറണം. അപ്പൊ ടൈക്കി അതൊരു പ്രോബ്ലം അല്ല, ഞാൻ എന്തായാലും ടോപ്പ് 8 അല്ലെങ്കിൽ ടോപ്പ് 4 വരും. അപ്പൊ ഹാരിയു അതെന്തായാലും നന്നായി, നീ നിന്റെ റാക്കറ്റ്സ് ബാഗ് അവിടെ വിട്ടിട്ട് വന്നു എന്നാ തോന്നുന്നേ. അപ്പൊ ടൈക്കി നീ അതെന്താ നേരത്തെ പറയാത്തേ? നീ അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു.
അങ്ങനെ അവൻ അത് എടുക്കാൻ വേണ്ടി തിരിച്ചു ഓടുവാണ്. അങ്ങനെ ടൈക്കിയുടെ വീട്ടില് നാളത്തെ മാച്ചിന് വേണ്ടിയിട്ട് അമ്മ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നിനക്ക് ഈ ടവൽസ് ഒക്കെ എടുത്ത് വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോ ടൈക്കി ഞാനത് നേരത്തെ തന്നെ എടുത്തു വെച്ചു എന്ന് പറഞ്ഞിട്ട് ടൈക്കി അറിയാണ്ട് അവന്റെ കയ്യിലിരിക്കുന്ന വെള്ളം അവന്റെ സ്യൂട്ടിലോട്ട് ഒഴിക്കുവാണ്. അത് കാണുമ്പോഴത്തേന് ടൈക്കിയുടെ അമ്മ ദേഷ്യപ്പെട്ട് ഭദ്രകാളിയാവുകയാണ്. അങ്ങനെ പിന്നെ ആ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നും തള്ളും നടക്കുവാണ്. അതൊക്കെ കഴിഞ്ഞ് ടൈക്കി ബെഡിൽ കിടക്കുവാണ്. ശരിക്കും ഞാൻ ഓക്കെ തന്നെയാണോ? ഇതാണ് എന്റെ ഫസ്റ്റ് ഹൈസ്കൂൾ മാച്ച്. പക്ഷെ ഇതിന്റെ മുമ്പ് ഞാൻ ടൂർണമെന്റ്സിന് പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്താ ഒരുപാട് നെർവസ് ആയിട്ട് തോന്നുന്നേ. എനിക്ക് ഒരിക്കലും ഇത്രയും പ്രഷർ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്തായിരിക്കും അതിന് കാരണം എന്ന് വിചാരിച്ച് ചിനാറ്റ്സു അവന്റെ കാലിൽ ആ വിഷ് ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്ന ഓർക്കുവാണ്. അങ്ങനെ ടൈക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് വെളിയിൽ പോയി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവിടേക്ക് ചിനാറ്റ്സു വരുവാണ്. നീ എന്തിനാ ഈ സമയത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ? അപ്പൊ ടൈക്കി എനിക്കെന്തോ നെർവസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പൊ ചിനാറ്റ്സു ടൈക്കി നീ നിന്റെ ഡ്രസ്സ് തിരിച്ചാണ് ഇട്ടിരിക്കുന്നേ. അത് കേട്ടപാടെ ടൈക്കി ഡ്രസ്സ് ഊരിയിട്ട് തിരിച്ചിടാൻ പോവാണ്. പെട്ടെന്ന് ടൈക്കി ചിനാറ്റ്സുവിനെ നോക്കും. അപ്പൊ ചിനാറ്റ്സു അവനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് ചിനാറ്റ്സു അങ്ങോട്ട് തലതിരിക്കുവാണ്. അപ്പൊ ടൈക്കി അവളോട് സോറി ചോദിച്ചിട്ട് പെട്ടെന്ന് ആ ഡ്രസ്സ് അങ്ങനെ ഇടുവാണ്. അപ്പൊ അവനിങ്ങനെ മനസ്സില് അവക്ക് എന്റെ മുമ്പിൽ വെച്ച് ഡ്രസ്സ് മാറ്റാൻ പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ അവൾ ഇത് കെയർ ചെയ്യുന്നുണ്ടോ? അപ്പൊ ചിനാറ്റ്സു ടൈക്കി നിനക്ക് 6 പാക്ക് ഉണ്ട്. അപ്പൊ ടൈക്കി ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അവളത് കണ്ടു. ഞാനത് എന്താ പറയാൻ കാരണം എന്ന് വെച്ചാ നീ എപ്പോഴും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അതുമല്ലാണ്ട് ഹാരിയും നിന്നെ പറ്റി നല്ലത് തന്നെയല്ലേ പറഞ്ഞോണ്ടിരുന്നേ. അപ്പൊ ടൈക്കി അത് ശരിയാണ്, മസിൽസ് ഒക്കെ ഉണ്ടായാലും നല്ലൊരു ബാഡ്മിന്റൺ ആവാൻ പറ്റില്ല. എന്നിട്ട് ചിനാറ്റ്സു ടൈക്കീനെ അടുത്തോട്ട് വിളിക്കുവാണ്. എന്നിട്ട് അവന്റെ തലയില് ഒരു വിരല് വെച്ചിട്ട് യാക്കുവേന്ന് പറയുവാണ്. അപ്പൊ അവൻ എന്താ അത്? എല്ലാരും പറയുന്നത് അത് തലയിലുള്ള ഒരു അക്വ പ്രഷർ പോയിന്റ് ആണ്. അവിടെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റിലാക്സ് ആകും. നീ എന്തായാലും നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ, പിന്നെന്തിനാ നീ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നേ? നീ എല്ലാവർക്കും നിന്റെ പ്ലേ എന്താന്ന് കാണിച്ചു കൊടുക്ക്. എന്താ മനസ്സിലായോ എന്ന് ചോദിക്കുവാണ്. അപ്പൊ ടൈക്കി ശരിന്ന് പറഞ്ഞിട്ട് ഈ പ്രഷർ പോയിന്റ് എന്തായാലും നന്നായി തന്നെ വർക്ക് ആവുന്നുണ്ട്. എന്നിട്ട് ചിനാറ്റ്സു അഥവാ നിനക്ക് ഈ വർഷം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നീ വിഷമിക്കേണ്ട കാര്യമില്ല, അടുത്ത വർഷമാണെങ്കിലും നിനക്ക് ട്രൈ ചെയ്യാലോ. പെട്ടെന്ന് ടൈക്കീന്റെ മനസ്സിൽ ചിനാറ്റ്സു ഈ വർഷം ഗ്രാജുവേറ്റ് ആയി പോകും. എന്നിട്ട് ടൈക്കി ചിനാറ്റ്സുന്റെ അടുത്ത് എനിക്കത് പോരാ അങ്ങനെ കുറച്ച് ദേഷ്യത്തിലാണ് അവൻ പറയുന്നേ. എന്നിട്ട് ടൈക്കി ഗുഡ് നൈറ്റ് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അവരുടെ മാച്ച് ഡേ ആണ്. ടൈക്കിയും ഹാരിയും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ടൈക്കി ഹാരിയുവിനോട് ഇത് വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നേ, നമ്മൾ എന്തായാലും തോക്കാൻ പോകുന്നില്ല, കാരണം നീ എന്റെ കൂടെയാണ് പെയർ ചെയ്തിരിക്കുന്നേ. നിനക്ക് ഒരുപാട് വീക്ക് പോയിന്റ്സ് ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് ശരിയാക്കണം. അപ്പൊ ടൈക്കി ഇങ്ങനെ മനസ്സിൽ കരുതാണ്, ശരിയാണ് അവൻ പറഞ്ഞത്. സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണ് എന്നെ കുറെ സ്ഥലത്ത് സേവ് ചെയ്ത് വിട്ടത്. അങ്ങനെ ടൈക്കി അവിടെ നോക്കുമ്പോഴത്തേനും ഒരുത്തൻ അവിടെ കാറിക്കൂവി ഷോർട്സ് അടിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ആ ചെറുക്കൻ നമ്മുടെ ഹരിയുവിനെ കണ്ടിട്ട് അവിടെ ഓടി വരുവാണ്. നീ ഹാരിയു അല്ലേ? കഴിഞ്ഞ വർഷം KTS ജൂനിയർ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളല്ലേ? അപ്പൊ ഹാരിയു ഇല്ല, നിനക്ക് ആള് മാറിപ്പോയതാ. അപ്പൊ ആ ചെറുക്കൻ അവിടെ കിടന്ന് കാറുവാണ്. എടാ നൊണയാ ചതിയാ. അപ്പൊ ടൈക്കി നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? അതെ, കഴിഞ്ഞ വർഷം ഡബിൾസില് എന്റെ പാർട്ണർ ആയിരുന്നു അവൻ. അവന്റെ പേര് ഷോച്ചിറോ കിഷി. ഷിമോട്ടോമി ഹൈസ്കൂളിലാണ് അവൻ പഠിക്കുന്നേ എന്ന് ഹാരി പറയുവാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അവൻ നിന്നെ എന്തിനാ നൊണയാ ചതിയാന്നൊക്കെ വിളിക്കുന്നേ? അപ്പൊ കിഷി ഇവൻ എന്നോട് ഒരു പ്രോമിസ് ചെയ്തിട്ട് ഇതുവരെ അവൻ പാലിച്ചിട്ടില്ല. അവൻ എനിക്ക് ചിനാറ്റ്സുവിന്റെ നമ്പർ അറിയാന്ന് പറഞ്ഞിട്ട് തന്നിട്ടേ ഇല്ല. അപ്പൊ ഹാരി ഞാനത് പറഞ്ഞത് നീ എന്നെ ബീറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ അവളുടെ നമ്പർ വാങ്ങിച്ചു തരൂ എന്നല്ലേ, അതുമല്ലാണ്ട് നീ എന്നെ ഒഫീഷ്യൽ മാച്ചിൽ ബീറ്റ് ചെയ്തില്ലല്ലോ. അപ്പൊ ടൈക്കി എന്ത് ചിനാറ്റ്സുവിന് എങ്ങനെ അറിയാം? അപ്പൊ കിഷി അത് ഞാൻ എങ്ങനെ മറക്കും, ഞാനൊരു ദിവസം EMA സ്കൂൾ ഫെസ്റ്റിവലിന് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എന്റെ ലിമിറ്റഡ് എഡീഷൻ ആയ ഒരു ആനിമയുടെ വാലറ്റ് എന്റെ അടുത്തത് മിസ്സായി. അപ്പൊ അത് എടുത്തു തന്നത് ചിനാറ്റ്സു ആണ്. ആ ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടായി. അപ്പൊ ടൈക്കി അത് എന്ത് ആനിമി വാലറ്റ് ആണെന്ന് ചോദിക്കുവാണ്. അപ്പൊ അറിയൂ അവന്റെ ഒപ്പം കൂട്ടുകൂടാൻ പോവല്ലേ. എന്നിട്ട് കിഷി അവൻ പറഞ്ഞ വാക്കൊന്നും പാലിച്ചില്ല. അവൻ ശരിക്കും കാണിച്ചത് മോശമല്ലേ? പക്ഷെ ഇന്ന് നീ നോക്കിക്കോ, ഡബിൾസിനെ നിന്നെ ഞാൻ സ്മാഷ് ചെയ്യും. പെട്ടെന്ന് അവന്റെ പാർട്ട്ണർ അവിടെ വന്നിട്ട് കിഷി എനിക്ക് വയറുവേദന എടുത്തിട്ട് വയ്യടാന്ന് പറയുവാണ്. അങ്ങനെ അവനെ ഒരു ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകും. അങ്ങനെ കിഷിയുടെ മാച്ച് അവിടെ ഡ്രോപ്പ് ആവുകയാണ്. എന്നിട്ട് കിഷി ടൈക്കിന്റെ അടുത്ത് പറയുവാണ്, എനിക്ക് നിന്നെ അടിച്ചേ പറ്റുള്ളൂ, എനിക്ക് എന്തായാലും ചിനാറ്റ്സുന്റെ ഫോൺ നമ്പർ വേണം, നീ പറഞ്ഞ വാക്ക് പാലിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പക്ഷെ ഹരുവിന്റെ മാച്ച് ജൂണിലായിരിക്കും. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ടൈക്കിക്ക് അടുത്ത ആഴ്ച സിംഗിൾസ് ഉണ്ട്, നീ അവന്റെ ഒപ്പം കളിച്ച് ജയിക്ക്, എന്ന് ഞാൻ ചിനാറ്റ്സുന്റെ നമ്പർ വാങ്ങിച്ചു തരാം. അപ്പൊ കിഷി ആരാണ് ഈ ടൈക്കി എന്ന് ചോദിക്കുവാണ്. അതെന്റെ പാർട്ട്ണർ ആണ്, പുറകിൽ നിൽക്കുന്നില്ലേ. അപ്പൊ കിഷി ടൈക്കിനെ തിരിഞ്ഞിങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട്
ഞാൻ ആൾറെഡി ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് അവളുടെ നമ്പർ കിട്ടുമല്ലോ, ഞാൻ അവളുടെ അടുത്ത് മെസ്സേജ് അയക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ പാട്ടും പാടി അവിടെ പോവാണ്. എന്നിട്ട് ഹാരിയു ടൈക്കിനോട് നോക്ക് സൂക്ഷിച്ചും കണ്ടൊക്കെ കളിച്ചോട്ടോ, അവൻ നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആണ്. എന്നിട്ട് ടൈക്കി പല്ല് കടിച്ചിട്ട് നീ വളരെ മോശപ്പെട്ട ആളാണ്. അങ്ങനെ ടൈക്കി വീട്ടിലോട്ട് വരും. അപ്പോഴും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവാണ്, ഞാനിനി എന്താണാവോ ചെയ്യാൻ പോകുന്നേ. കിഷിന്റെയും ചീനാച്ചുവിന്റെ കാര്യത്തില് എന്നെ എന്തിനാ അവൻ ഇങ്ങനെ വലിച്ചിടുന്നത്. അങ്ങനെ ഡോറ് തുറക്കാൻ പോകുമ്പോഴത്തേനും ചിനാച്ചും അമ്മയും അവിടെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുവായിരിക്കും. അപ്പൊ ടൈക്കി ഇങ്ങനെ മനസ്സിൽ ഞാൻ കഴിഞ്ഞ ദിവസം അവളോട് കുറച്ച് ഹാർഷായിട്ടാണ് സംസാരിച്ചത്. അതിന് കാരണം എനിക്ക് ഈ വർഷം തന്നെ നാഷണൽസിൽ പോകണം. അങ്ങനെ ഉള്ളില് ടൈക്കിയുടെ അമ്മയും ചിനാച്ചും എന്താ സംസാരിച്ചോണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈക്കിന്റെ പ്രാക്ടീസിനെ പറ്റിയും അവൻ ഇടുന്ന ഹാർഡ് വർക്കിനെ പറ്റിയൊക്കെ ആയിരിക്കും സംസാരിച്ചോണ്ടിരിക്കണ്ടാവുക. അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയില് ചിനാച്ചു കഴിഞ്ഞ ദിവസം അവനോട് ഈ വർഷം നിനക്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കിലും നീ വിഷമിക്കേണ്ട കാര്യമില്ല, അടുത്ത വർഷം നോക്കാന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് പറഞ്ഞ കാര്യം അമ്മേന്റെ അടുത്ത് പറയുവാണ്. അപ്പൊ ടൈക്കിന്റെ അമ്മ അത് നീ മനസ്സിലൊന്നും കരുതിയിട്ടല്ലല്ലോ അവന്റെ അടുത്ത് പറഞ്ഞത്, അതുകൊണ്ട് നീ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പൊ ചിനാച്ചു ഇല്ല, എനിക്കും ഇനി ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ അവനോട് ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞത് ഞാനത് അവനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ അവൻ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് വളരെ ബാഡ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ടൈക്കിന്റെ അമ്മ നീ വളരെ നല്ല കുട്ടിയാണ്. അങ്ങനെ ടൈക്കി വീട്ടിലോട്ട് കയറി വരുവാണ്. അങ്ങനെ ടൈക്കിന്റെ അമ്മ കൺഗ്രാറ്റുലേഷൻസ് പറയാണ് ജയിച്ചേന്. എന്നിട്ട് ടൈക്കി ഞാൻ അടുത്ത ആഴ്ച സിംഗിൾസിലും ജയിക്കും, ഞാൻ എന്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് ടൈക്കി അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് ടൈക്കി ഇങ്ങനെ മനസ്സിൽ കരുതാണ് ചിനാച്ചു എന്തായാലും വളരെ അൺഈസി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് ടൈക്കിന്റെ അമ്മ നീ അവനെ പറ്റി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഉറപ്പുണ്ട് തമ്മില് ഞങ്ങൾ അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ കീഷിന്റെയും ടൈക്കിന്റെയും മാച്ച് പോവുകയാണ്. അപ്പൊ ടൈക്കിന്റെ ഫ്രണ്ട് അവിടെ വന്നിട്ട് അല്ല ഈ മാച്ചിൽ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അവൾ അറിയാണ്ട് അവളുടെ നമ്പർ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല, അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. അതുമല്ലാണ്ട് ടൈക്കി വിൻ ചെയ്യുന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ ശരിക്കും? അതെ, ഞാനാണ് അവന് ട്രെയിനിങ് കൊടുത്തത്. എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവന് ഇതിൽ കഴിഞ്ഞും വലിയ പണിഷ്മെന്റ് എന്തോ വരാനിരിക്കുന്നുണ്ടെന്ന് അവന് തന്നെ അറിയാം. അങ്ങനെ ആര്യ പറയുമ്പോഴത്തേനും ടൈക്കിക്ക് അത് മനസ്സിലാവുകയാണ്, എന്തോ എനിക്കൊന്ന് സെൻസ് ആവുന്നുണ്ടല്ലോ. അങ്ങനെ അവരുടെ മാച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് അവിടേക്ക് ബാസ്കറ്റ് ബോൾ ടീമിലുള്ള പിള്ളേര് വരുവാണ്. കൂടെ ചിനാച്ചും ഉണ്ടാവും. നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രാക്ടീസ് മാച്ച് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇവിടെ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഉണ്ടെന്ന് അറിഞ്ഞു, അങ്ങനെ വന്നതാ. അപ്പൊ ഹാരിയു അതെ അതെന്റെ പാർട്ട്ണറാണ് ഫസ്റ്റ് ഇയറിലുള്ള. ഓ അത് നമ്മുടെ ടൈക്കി അല്ലേ, വാ നമുക്ക് അവനെ ചേർപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരവിടെ നിൽക്കുവാണ്. അങ്ങനെ അവര് ടൈക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഹരിയു അവനൊരു തന്ത്രമുണ്ട്, അവന്റെ ഓപ്പണന്റിനെ പറ്റി അവൻ ഒരുപാട് മനസ്സിലാക്കും, നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യും. എന്നിട്ട് ഓപ്പണന്റ് ടയേർഡ് ആകുമ്പോൾ ഇവൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. അങ്ങനെ ടൈക്കിന്റെ ഫ്രണ്ട് ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് ചിനാച്ചുവിന്റെ അടുത്ത് പോവാണ്. നീ അങ്ങോട്ട് അടുത്തേക്ക് പോകുന്നില്ലേ, എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുവാണ്. എനിക്കിവിടെ ഓക്കെയാണ്, നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാന്ന് ടൈക്കിന്റെ ഫ്രണ്ട് പറയുവാണ്. അപ്പൊ ചിനാച്ചു അത് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കാരണം നിന്നെ അവനെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് ചിനാച്ചു ഇങ്ങനെ മാച്ച് സൂക്ഷിച്ചു നോക്കുവാണ്. ഓരോ ഷോട്ട്സ് പോകുമ്പോഴും എനിക്ക് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുവാണ്. അത് ശരിയാണ്, പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഈ മാച്ചില് നിന്റെ ഫോൺ നമ്പറും കൂടെ ഇൻവോൾവ് ആയിട്ടുണ്ട്. നിന്റെ ക്ലാസ്മേറ്റ് ഹാരിയു ആണ് ഇതിനൊക്കെ കാരണം. പെട്ടെന്ന് ചിനാച്ചുന് അത് കേൾക്കുമ്പോഴത്തേനും ദേഷ്യം വരുവാണ്. എന്തായാലും ടൈക്കി തന്നെ ജയിക്കുന്ന പ്രതീക്ഷിക്കാം. വേറൊരു കാര്യം കൂടെയുണ്ട്, ഈ മാച്ച് അവൻ ജയിച്ചു കഴിഞ്ഞാൽ നീ അവനെ എങ്ങോട്ടേലും കൂട്ടിയിട്ട് പോവോ, വല്ല അക്വേറിയത്തിലോ അങ്ങനെ എവിടെയെങ്കിലും? അപ്പൊ ചിനാച്ചു എന്തെന്ന് പറയുവാണ്. അതിന് കുഴപ്പമൊന്നുമില്ല, കാരണം ജിം നാളെ ക്ലോസ് ആണ്, ക്ലബ് മീറ്റിംഗ് ഒക്കെ നാളത്തേക്ക് ക്യാൻസൽ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഞാൻ ചോദിക്കാൻ കാരണം അവൻ ഇത്രയും നന്നായി പെർഫോം ചെയ്യാനുള്ള ഒരേ ഒരു കാരണം അത് നിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. അപ്പൊ ചിനാച്ചു ഞാൻ ആരെ ഇൻഫ്ലുവൻസ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ടൈക്കിന്റെ ഫ്രണ്ട് ടൈക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. ഈ ജപ്പാന് വേണ്ടി ഗോൾ അടിക്കുന്നതാണ് എന്റെ ലക്ഷ്യം, അതുമല്ലാണ്ട് ഏർലി മോർണിംഗ് ഞാൻ ജിമ്മിലേക്ക് പോകുമ്പോൾ എന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേറെ ഒരാളുണ്ടാവും, അതെനിക്ക് ശരിക്കും ഒരു മോട്ടിവേഷൻ ആണ്. അവന് ഇത്രയും എഫേർട്ട് ഇട്ടും ഹാർഡ് വർക്ക് ഇട്ടും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എന്തായാലും എനിക്ക് തോന്നുന്നത് അവന്റെ ലൈഫിൽ അവന്റെ അതേപോലെയുള്ള ഗോൾ വെച്ച് വേറൊരു ഫ്രണ്ട് അവനുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇത്രയും പുഷ് ചെയ്യാനുള്ള കാരണം. അതെന്തായാലും അവനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നീ തിരിച്ചെന്തെങ്കിലും അവന് ചെയ്യണം. ആ സമയം അവൻ അവിടെ ഒരു ഗോൾ അടിക്കുവാണ്. അങ്ങനെ ചിനാച്ചു അത്ഭുതത്തോടെ നോക്കി നിൽക്കുവാണ്. ടൈക്കിക്ക് ഒരുപാട് സന്തോഷം. അങ്ങനെ ചിനാച്ചു ഓക്കെ എന്ന് പറയുവാണ് ടൈക്കിന്റെ ഫ്രണ്ടിനോട്. അവൻ ജയിച്ചാൽ ഞാൻ എന്തായാലും അവനോട് ചോദിക്കാം അക്വേറിയത്തിൽ പോവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.